ഇബി, ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആരാ? സി പി രാധാകൃഷ്ണൻ. അദ്ദേഹം ആരെയാ പരാജയപ്പെടുത്തിയേ? ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ. ഓക്കെ, ആ ഇലക്ഷനിൽ അദ്ദേഹത്തിന് സി പി രാധാകൃഷ്ണൻ എത്ര വോട്ടാണ് കിട്ടിയേ? 452 വോട്ട്. എതിരാളിക്ക് 300 വോട്ട് അല്ലേ? അപ്പോൾ അതായത് നമുക്കറിയാം, ഉപരാഷ്ട്രപതി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഇലക്ട്രൽ കോളേജാണ് വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുന്നത് പറ്റുന്ന അംഗങ്ങൾക്ക് ഒരു ഇലക്ട്രൽ കോളേജ് എന്നാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നവരും ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നവരും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. എന്താന്ന് പറയാം? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവര്, ഈ ഇലക്ട്രൽ കോളേജിലുള്ളവര് എപ്പോഴും പാർലമെന്റിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കും. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ഹൗസസ് ഉണ്ട്, ലോക്സഭ രാജ്യസഭ. അവരുടെ നിന്നുമുള്ള ഇലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. പക്ഷേ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആകണമെന്നില്ല. നോമിനേറ്റ് ചെയ്തവർക്കും ലോക്സഭയിലും രാജ്യസഭയിലും മുഴുവൻ ആൾക്കാർക്കും വോട്ട് ചെയ്യാം. ശരി, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള മെമ്പേഴ്സ്, അതായത് നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് കൂടി വോട്ട് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ?